നിങ്ങൾ നല്ലൊരു ജോലി ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ആ ജോലിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടതായി, അല്ലെങ്കിൽ സന്തോഷത്തോടെ ജോലി ചെയ്യുന്നതായി, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്ത് കഴിഞ്ഞ് ശമ്പളം വാങ്ങിക്കുന്നതായി നിങ്ങളുടെ കുടുംബം അത് കണ്ട് അഭിമാനിക്കുന്നതായി മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. ഒരു ഫിലിം പോലെ വിഷ്വലൈസ് ചെയ്ത് നോക്കുക. ഇപ്പം നിങ്ങൾ ഒരു സിനിമ കണ്ട് ഇറങ്ങിയ ഫീൽ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളൊരു 5 മിനിറ്റ് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അതൊന്ന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ വിഷ്വലൈസേഷൻ എന്താണെന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത്. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുന്നേ ആയിട്ട് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോസ് കാണുക. കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മളുടെ അഫർമേഷൻസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അഫർമേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതൊന്ന് കയറി കണ്ടോളൂ. അതിനുശേഷം ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് കാണുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടൊരു ഐഡിയ ഉണ്ടാവും എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ, അഫർമേഷൻ, വിഷ്വലൈസേഷൻ എന്നിവ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊരു ഒരു ഐഡിയ കിട്ടും. അപ്പോൾ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ദൃശ്യവൽക്കരണം എന്ന് പറയും. അതിൻ്റെ മലയാളം പറയുകയാണെങ്കിൽ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മനസ്സിൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇതിനകം നടന്ന പോലെ നമ്മൾ വ്യക്തമായി കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു മാനസികമായിട്ടുള്ള പരിശീലനമാണ്. ഇനി നമുക്ക് വിഷ്വലൈസേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ശാന്തമായിട്ട് ഒരു സ്ഥലത്തിരിക്കുക. എന്നിട്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോൺ ആദ്യം തന്നെ സൈലൻ്റ് ആക്കി മാറ്റി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ശാന്തമായിട്ടൊരു സ്ഥലത്തിരിക്കുക. നിങ്ങളുടെ റൂമിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, വീടിന് പുറത്തിരിക്കാനായിട്ട് ഏതെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കാം. എന്നിട്ട് കണ്ണുകൾ അടച്ച് ആഴത്തിൽ ശ്വാസം എടുക്കുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് വ്യക്തമായിട്ട് തീരുമാനിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. അതായത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് പല പല ലക്ഷ്യങ്ങളാകുമ്പോഴത്തേക്കും നമുക്കൊന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റാതെയാവും. ഇപ്പോൾ പണമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതിൽ ശ്രദ്ധിക്കുക. ആരോഗ്യമാണെന്നുണ്ടെങ്കിൽ അതിൽ, ഫാമിലി ലൈഫ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ശ്രദ്ധിക്കുക. പിന്നെ സ്നേഹം ആണെന്നുണ്ടെങ്കിൽ അതിൽ, പിന്നെ സക്സസ് അല്ലെങ്കിൽ വിജയമാണെന്നുണ്ടെങ്കിൽ അതിൽ നോക്കുക. പിന്നെ ആത്മവിശ്വാസം കൂട്ടുവാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കുക. ഇപ്പം എന്താണോ നിങ്ങളുടെ ലക്ഷ്യം അത് ഇതിനകം നടന്നു എന്ന് കരുതി നിങ്ങളുടെ മനസ്സിൽ കാണുക. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് പണം ലഭിച്ചു എന്ന് മാത്രം പറയാതെ, നിങ്ങളുടെ ബാങ്കിൽ നിന്ന് നമുക്ക് ഇപ്പം നമ്മളുടെ അക്കൗണ്ടിൽ പണം ക്രെഡിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് മെസ്സേജ് വരും അല്ലേ. അപ്പോൾ ആ മെസ്സേജ് വരുന്നത് ചിന്തിക്കാം. ഇപ്പോൾ നമ്മളുടെ ബാങ്കിലൊരു 1 lakh ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്നുള്ളത് ഒരു മെസ്സേജ് വരുമ്പോൾ നമ്മൾ സന്തോഷത്തോടുകൂടി ചിരിക്കുകയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് മണി വരുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഷോർട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. 1 lakh അല്ലെങ്കിൽ 1 ലക്ഷം നമ്മളുടെ അക്കൗണ്ടിലേക്ക് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാം എന്നത് പറയുന്നതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അത് കാണണേ. അപ്പോൾ ഇതാണ് നമ്മൾ സന്തോഷത്തോടുകൂടി ചിരിക്കുന്നത്. പിന്നെ നമ്മളുടെ കുടുംബത്തിന്, നമ്മളുടെ ഫാമിലിയിലേക്ക് നമ്മൾ എന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഈ പണം ലഭിക്കുമ്പോൾ, അത് നമ്മൾ വാങ്ങിക്കുന്നതൊക്കെ നമുക്ക് സ്വപ്നം കാണാം, ഒക്കെ വിഷ്വലൈസ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് തന്നെ ചെന്നപ്പെടും, അത് ഉറപ്പാണ്. അപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഡ്രീം ഇതിൻ്റെ താഴെ കമൻറ്റും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി വിഷ്വലൈസ് ചെയ്തു. ഇനി നമ്മൾ കൊണ്ടുവരേണ്ടത് ഇമോഷൻ എന്ന് പറയുന്നൊരു കാര്യമാണ്. കാരണം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സാധനം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യം നമ്മൾ ഫീൽ ചെയ്ത് പറഞ്ഞാൽ മാത്രമേ അതിനൊരു വ്യക്തത ഉണ്ടാവുള്ളൂ. അതാണ് ഈ പറഞ്ഞ നമ്മൾ ഇമോഷൻസ് ഫീൽ ചെയ്ത് പറയുക എന്ന് പറയുന്നത്. അതായത് വിഷ്വലൈസേഷൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് തന്നെ ഫീലിങ്സ് ആണ്.
അതായത് ഇപ്പം നമുക്ക് സന്തോഷമായാലും നമ്മളിപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സമാധാനത്തോടെ ആണെങ്കിലും എന്ത് പറഞ്ഞാലും അത് നമ്മളുടെ മനസ്സിൽ നിന്ന് നമ്മൾ അനുഭവിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ഏറ്റവും വലുത്. ഇപ്പം നിങ്ങൾക്ക് പണം കിട്ടി എന്ന് നിങ്ങൾ പറയുമ്പോഴും നിങ്ങളുടെ അത് അക്കൗണ്ടിൽ വന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ ആ ഫീലിംഗ് വരണം. അതായത് ഇതുവരെയുള്ള പണത്തിൻ്റെ ചിന്താഗതികളെല്ലാം മാറ്റിയതിന് ശേഷം ആ ഫീൽ കൊണ്ടുവരും. ഇനി അടുത്തതെന്ന് പറയുന്നത് പ്രാക്ടീസാണ്. അതായത് നമുക്ക് എല്ലാ ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് രാവിലെയാണ് ടൈം കിട്ടുന്നതെങ്കിൽ രാവിലെ എഴുന്നേറ്റതിന് ശേഷം, അല്ലെങ്കിൽ വൈകുന്നേരമാണ് ടൈം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് മുന്നേ ഒരു 5 to 10 മിനിറ്റ്സ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം ഈ പറഞ്ഞ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന സംഭവം. കാരണം നമുക്ക് വേറെ ഇതിനൊരു ചിലവുമില്ല. നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത്. ഇനി ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് പറഞ്ഞു തരാൻ പോകുന്ന ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾ, അതായത് നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ബിഗിനറാണ് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്ത് ഫെയിലായിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിലും നമുക്ക് പുതിയതായിട്ടൊരു വിഷ്വലൈസേഷൻ ടെക്നിക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ നിങ്ങളിരിക്കുന്ന ആ പോസ്റ്ററിൽ തന്നെ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. എന്നതിന് ശേഷം കണ്ണുകൾ അടച്ചിട്ട് 3 ഡീപ്പ് ബ്രെത്ത് എടുക്കുക. ദീർഘശ്വാസം 3 എണ്ണം എടുക്കുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് പറയുക, എൻ്റെ ജീവിതം മനോഹരമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുക. വളരെ സന്തോഷത്തോടുകൂടി പറയുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സ്വപ്ന ജീവിതം ഉണ്ടാവുമല്ലോ, ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ കാണുന്ന ആ സ്വപ്ന ജീവിതം, അത് 1 മിനിറ്റ് വിഷ്വലൈസ് ചെയ്യുക. 1 മിനിറ്റ് വ്യക്തമായിട്ട് വിഷ്വലൈസ് ചെയ്യുക. എന്നതിന് ശേഷം ഒരു 1 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വിഷ്വലൈസ് ചെയ്ത് നമ്മൾ സന്തോഷിക്കുക. അതിനുശേഷം താങ്ക് യു യൂണിവേഴ്സ്. ഇപ്പോൾ നമ്മളുടെ മൈൻഡ് കൂളാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ് എന്ന് കണ്ടിന്യൂസ് ആയിട്ട് പറയാം. ഇനി നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ചധികം തെറ്റുകളുണ്ട്. അത് എന്താണെന്നുള്ളത് പറയാം. ഫസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊരു മനുഷ്യനാണ്. നമുക്ക് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതൊക്കെ നടക്കുമോ, അല്ലെങ്കിൽ ഇതൊക്കെ വർക്കൗട്ട് ആവുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ നെഗറ്റീവ് തോട്ട്സ് വരാം. നമ്മൾ മനുഷ്യനാണ്, അതുകൊണ്ട് നെഗറ്റീവ് തോട്ട്സ് വരാം. പക്ഷെ അതിൽ പേടിക്കണ്ട. നമ്മൾ ആ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ അതിനെ ഫോഴ്സ് ചെയ്യരുത്. എന്നിട്ട് ആ നെഗറ്റീവ് തോട്ട്സ് മാറാനുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യാം. ഓക്കെ, ആ ഒരു ചിന്തയിലേക്ക് മാറിയിട്ട് നമ്മളുടെ മൈൻഡിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യുക. അവിടെ മൈൻഡിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ചിന്തകളെ മാറ്റുക. എന്നിട്ട് നല്ല ചിന്തകൾ വെച്ചിട്ട് മൈൻഡിലേക്ക് നമ്മൾ കൂടുതൽ ഇൻജെക്റ്റ് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് കൺസിസ്റ്റൻസിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ചെയ്ത് 2 ദിവസം ചെയ്തു, അല്ലെങ്കിൽ ഇന്ന് ചെയ്തു എനിക്ക് നാളെ റിസൾട്ട് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഫ്രീക്വൻസി അതിനോട് മാച്ച് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഔട്ട്കം അല്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യുക, അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ വിഷ്വലൈസേഷനും പിന്നെ നമ്മളുടെ ആക്ഷനും എല്ലാം കൂടെയൊക്കെ ചേരുമ്പോഴാണ് നമുക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വിഷ്വലൈസേഷനെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ഞാൻ ഈ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് അഫർമേഷൻസ് അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യേണ്ട ഒരു ചെറിയ രീതി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒരു ചെറിയൊരു വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ അഫർമേഷൻ നമ്മളെങ്ങനെ ഈ വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത്, അല്ലെങ്കിൽ ചെറിയൊരു അഫർമേഷൻ്റെ ഭാഗം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതെന്തായാലും നോക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് തുടങ്ങി വിഷ്വലൈസ് ചെയ്യാനായിട്ട് റെഡി ആണെന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.